ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഷാലോം ടിവിയിലൂടെ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ആന്തരിക സൗഖ്യത്തിൻ്റെ മറ്റൊരു തലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് തകരുന്നത്? ബൈബിൾ പറയുന്നു, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 34-35 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്. സുഖലോലുപത, മത്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമായിത്തീരും. സുഖലോലുപത, മത്യാസക്തി, ജീവിത വ്യഗ്രത. പ്രിയപ്പെട്ട ദൈവമക്കളെ, സുഖലോലുപതയുള്ള ഒരു കുടുംബത്തിലോ മാതാപിതാക്കന്മാരിൽ നിന്നോ ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ജീവിത പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു കുടുംബത്തിലെ ഏക മകള്, അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കത്തില്ല, യാതൊരു ജോലിയും. ആ കുഞ്ഞ് അങ്ങനെ വളർന്നു വരികയാണ്. അവൾ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് ചെന്നു. മുറ്റമടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാപ്പി ഇടാൻ പറഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്. അവൾ അവളുടെ ഡ്രസ്സ് പോലും കഴുകാൻ തയ്യാറല്ല. എന്തിന്? അവൾ ഭക്ഷണം കഴിച്ച പാത്രം പോലും കഴുകാൻ അവൾക്ക് താല്പര്യമില്ല. സുഖലോലുപത മനുഷ്യ മനസ്സിനെ തകർത്ത് കളയുകയാണ്. അമ്മായിയമ്മ ഒന്ന് പാത്രം കഴുകാൻ പറഞ്ഞപ്പോൾ അവളുടെ മനസ്സ് മുറിഞ്ഞെന്ന്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അവൾ പറയുന്നത്. എന്നോട് മുറ്റമടിക്കാനായിട്ട് പറഞ്ഞു. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് അവൾ പറയുകയാണ്. എനിക്കത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. എങ്ങനെ ഞാൻ മുറ്റത്തിറങ്ങി മുറ്റമടിക്കും? ആളുകൾ എന്ത് വിചാരിക്കും? ആളുകൾ എന്ത് വിചാരിക്കാനാണ് പ്രിയപ്പെട്ടവർ? ഇതിവളുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് അവൾ വളർന്നു വന്നിരിക്കുന്നത്. എന്നാൽ ചില കുടുംബങ്ങളിൽ എത്ര സമ്പത്തുള്ള വ്യക്തികളാണ് എങ്കിലും മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ കൊണ്ട് കുടുംബത്തിലെ ജോലികൾ ചെയ്യിക്കും. വീട്ടിൽ സെർവൻസ് ഉണ്ടെങ്കിൽ, പണിക്കാരുണ്ടെങ്കിൽ അവരോട് ചേർന്ന് ജോലി ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ തനിയെ ജോലി ചെയ്യാൻ പഠിച്ചാൽ അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അന്തരീക്ഷമൊക്കെ നമുക്കറിയാം. പല ആളുകളും നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വിദേശത്താണ് ജോലിയൊക്കെ അന്വേഷിച്ച് പോവുക. അങ്ങനെ വിദേശത്ത് ചെല്ലുമ്പോൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു മുറിയിൽ, ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കേണ്ട അവസ്ഥ വരിക. ഡ്യൂട്ടിയുടെ ടൈം ചിലർക്ക് നൈറ്റാണെങ്കിൽ, ഭർത്താവിന് നൈറ്റാണെങ്കിൽ ഭാര്യയ്ക്ക് ഡേ ആയിരിക്കാം. അപ്പം മാറി മാറിയൊക്കെ ജോലി ചെയ്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം സുഖലോലുപത ഒരു വ്യക്തിയുടെ മനസ്സ് തകർത്ത് കളയും എന്ന് പറയുകയാണ്. രണ്ടാമത് പറയുന്നത് മത്യാസക്തിയാണ്. മത്യാസക്തിയുള്ള മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ധൈര്യമുള്ളവരല്ല എന്നാണ് പറയുന്നത്. മദ്യപാനി തന്നെ ധൈര്യമില്ലാത്ത വ്യക്തിയാണ്. ജീവിത പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തി ദുഃഖം മറക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് മദ്യപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മദ്യപാനം ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കുന്നു. മദ്യപാനായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. മദ്യപാനി ഒരിക്കലും ധനവാനാവുകയില്ല. അവൻ ഒരിക്കലും സാമ്പത്തികമായിട്ട് ഉയരുകയില്ല. മദ്യപാനി കീറത്തുണി ഉടുക്കേണ്ടതായിട്ട് വരുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. കീറത്തുണി ഉടുക്കേണ്ടതായിട്ട് വരും. മദ്യപാനി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. അതെ പ്രിയപ്പെട്ടവരെ, മദ്യപാനി സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ നാശം വരുത്തി വയ്ക്കുകയാണ്. അയാൾ അറിയുന്നില്ല അയാൾ അങ്ങനെ ചെയ്യുന്നു എന്ന കാര്യം. ഒരു പെഗ് മദ്യം കുടിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചപ്പോൾ
മനസ്സ് നോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ എത്ര കാലം കഴിഞ്ഞാലും അയാൾ മദ്യപിച്ചുകൊണ്ടേയിരിക്കും. ചിലർ ധ്യാനം കൂടിയാൽ പോലും മദ്യപാനം നിർത്തുന്നില്ല. നിർത്താത്തതിൻ്റെ കാരണം എന്താണ്? അവരുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത കിടക്കുകയാണ്, വല്ലപ്പോഴും ഒരു പെഗ് കുടിച്ചതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, ഞാൻ കുടിക്കുന്നത് കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ദോഷമില്ല, കാരണം അവളുടെ കാര്യം ഞാൻ അന്വേഷിക്കുന്നുണ്ട്, എൻ്റെ മക്കളുടെ പഠനത്തിൻ്റെ കാര്യം ഞാൻ അന്വേഷിക്കുന്നുണ്ട്, കുടുംബം ഞാൻ നോക്കുന്നുണ്ട്, പിന്നെ ഇത്തിരി കുടിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? അപ്പോൾ പ്രിയപ്പെട്ടവരെ, മദ്യാസക്തിയുള്ള വ്യക്തികളിൽ നിന്ന് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ഒരു സാഹചര്യം വരുമ്പോൾ അവർ ഈ മദ്യപാനത്തിന് അടിമയായി മാറും. അതവരുടെ മനസ്സിൻ്റെ ഒരവസ്ഥയാണ്. ചിലർ പറയുന്നത് സാഹചര്യം മൂലമാണ് ഞാൻ കുടിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സാഹചര്യത്തെ പഴിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും നന്മ ചെയ്യാനോ വിശുദ്ധിയിൽ വളരാനോ പറ്റില്ല. കാരണം അയാൾ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണ്? സാഹചര്യം മാറിയാൽ ഞാൻ മാറാം എന്നാണ്. സാഹചര്യം എങ്ങനെ മാറും? സാഹചര്യം ഒരു കാലത്തും മാറിയെന്ന് വരികയില്ല. മാറേണ്ടത് ഞാനാണ്. എൻ്റെ മനസ്സിനാണ് മാറ്റം ഉണ്ടാകേണ്ടത്. എൻ്റെ മനസ്സാണ് സുഖപ്പെടേണ്ടത്. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, അവനങ്ങനെ പറഞ്ഞത്, അവളങ്ങനെ പറഞ്ഞത് എൻ്റെ മനസ്സിന് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കി, ആ ചെയ്ത പ്രവൃത്തി എൻ്റെ ഉള്ളിൽ ദേഷ്യം ഉണ്ടാക്കി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ വാക്കും പെരുമാറ്റവും പ്രവൃത്തിയും ഒന്നുമല്ല നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നത്. നമ്മുടെ മനസ്സ് അസ്വസ്ഥപ്പെടാനും നമ്മുടെ സ്വഭാവം മാറാനും കാരണം അത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ തന്നെയാണ്. ഒരു പ്രശ്നമല്ല നമ്മൾ ദേഷ്യപ്പെടാൻ കാരണം, ഒരു സംഭവമല്ല നമ്മൾ ദേഷ്യപ്പെടാൻ കാരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് സൗഖ്യപ്പെടാത്തത് കൊണ്ടാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നല്ല പ്രാർത്ഥനാരൂപിയുള്ള ഒരു ഭാര്യയും ഭർത്താവും. ഭാര്യയും പ്രാർത്ഥിക്കും, ഭർത്താവും പ്രാർത്ഥിക്കും. ഭർത്താവ് അത്യാവശ്യം പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ നയിക്കുന്നയാളാണ്. ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ ബക്കറ്റിനകത്ത് വെള്ളമെടുത്ത് തറ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തറ തുടയ്ക്കുന്ന അവസരത്തിൽ ഈ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, പുറകിലത്തെ വാതിലൂടെ കയറി വരാൻ. ഈ ഭർത്താവ് പെൺപിള്ളേരില്ലാത്ത, അതായത് പെങ്ങന്മാരൊന്നും ഇല്ലാത്ത കുടുംബത്തിൽ ജനിച്ചു വളർന്ന 4 ആൺപിള്ളേർ മാത്രമുള്ള ഒരു കുടുംബത്തിലെ പയ്യനാണ്. ചെറുപ്പം മുതലേ കേട്ടിരിക്കുന്നൊരു വാക്കുണ്ട്, പെണ്ണ് പറയുന്നത് കേട്ടാൽ പെരുവഴിയാവും, ഭാര്യ പറയുന്നത് കേട്ടാൽ അവളുടെ അടിമയായി മാറും. ഇങ്ങനെ ചെറുപ്പത്തിൽ കിട്ടിയിരിക്കുന്ന ഒരറിവ് തലയ്ക്കകത്ത് കിടക്കുകയാണ്. ഈ അറിവ് അയാളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യന് ഭാര്യ പറയുന്നൊരു വാക്ക് കേട്ടാൽ തനിക്കൊരു കുറച്ചിലായതുപോലെ തോന്നുകയാണ്. അതുകൊണ്ട് അയാൾ നേരെ ഫ്രണ്ടിലൂടെ തന്നെ കയറിക്കഴിഞ്ഞപ്പോൾ തറ ഉണങ്ങാത്ത ആ തറയിലേക്ക് ചവിട്ടിയപ്പോൾ തോമാശ്ലീഹായുടെ പാദം മലയാറ്റൂർ പാറയെ പതിഞ്ഞതുപോലെ ആ കാലം അങ്ങോട്ട് പതിഞ്ഞു. ഭാര്യയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. ബക്കറ്റും വെള്ളവും കയ്യിലിരിപ്പുണ്ട്. അത് വെച്ച് ഭർത്താവിനോട് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. പെട്ടെന്ന് മാറിയത് കൊണ്ട് ഏറ് കൊണ്ടില്ല, പക്ഷെ വെള്ളം വെച്ചാൽ ദേഹത്ത് വീണു. ഈ മനുഷ്യൻ പറയാം, എൻ്റെ ഭാര്യ ഒറ്റയടിക്ക് കൊല്ലണമെന്നുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു, ഞാൻ പുറത്തോട്ട് പറഞ്ഞില്ല. ചാടി വന്നപ്പോഴത്തേക്കും അവൾ കൊച്ച കിടന്ന് ഉറങ്ങിയ മുറിക്കകത്ത് കയറി കഥ അങ്ങ് അടച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇയാളൊരു പിശുക്കനായതുകൊണ്ട് ആ കഥക് ചവിട്ടി പൊളിച്ചില്ല. ഇയാൾ അവിടെ തന്നെ നിന്നു. ഇവിടെ പുറത്തേക്ക് ഇറങ്ങി വരുമല്ലോ, വരുമ്പോൾ പിടിക്കാമല്ലോ. അങ്ങനെ പുറത്ത് കാത്തു നിൽക്കുക. കുറേ സമയം കഴിഞ്ഞു, ഭാര്യ ഇറങ്ങി വരുന്നില്ല. ഇയാളുടെ ദേഷ്യം അങ്ങ് പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കോപിച്ചിരുന്ന ആ മനുഷ്യൻ്റെ മനസ്സങ്ങ് തണുത്തു. കോപം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഒരു വികാരം ഉണ്ടാകുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ടാണ് കാരണവന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് നാം കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരരിശത്തിന് കിണറ്റ് ചാടിയാൽ 7 അരിശം വന്നാലും കയറിപ്പോരാൻ പറ്റുകയില്ല. ഏത് വികാരവും അങ്ങനെ തന്നെയാണ്. കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഫോൺ വിളിച്ച് അശ്ലീലമായ കാര്യങ്ങൾ സംസാരിച്ച് ലൈംഗിക വികാരമുണർന്ന് പാപത്തിൽ വീണ് കഴിയുമ്പോഴാണ് എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നോർക്കുന്നത്. ഒരു വികാരമുണ്ടാകുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കുകയില്ല. ഈ മനുഷ്യൻ അവിടെ തന്നെ നിന്നു.
കുറേ കഴിഞ്ഞ് ദേഷ്യമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ എന്തോ കരിയുന്നത് പോലെ അയാൾ നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ 2 പാത്രത്തിലെ കറി അങ്ങനെ തീയെ നിൽക്കുന്നു, കഞ്ഞി തടയിലിട്ടിരിക്കുന്നു. പെട്ടെന്ന് ഇയാൾക്ക് കാര്യം മനസ്സിലായി. കൊച്ച് കിടന്ന് ഉറങ്ങിയപ്പോൾ കറി തീയെ വെച്ച് കഞ്ഞി തടയിലിട്ട് ബക്കറ്റിൽ വെള്ളമെടുത്ത് എൻ്റെ ഭാര്യ തറ തുടയ്ക്കുകയായിരുന്നു. ഞാൻ അവളെ ഒന്നും മനസ്സിലാക്കിയില്ലല്ലോ. ഇയാൾ തന്നെ കറിയൊക്കെ ശരിയാക്കാനായിട്ട് തുടങ്ങി. ഒരേങ്ങലടി അത് അടുക്കള വാതിലിൻ്റെ സൈഡിൽ നിന്നാണ്. അത് ഭാര്യയുടെ ഏങ്ങലടിയാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാ കരയുന്നത്? അല്ല, ഞാൻ ആ ബക്കറ്റ് വെച്ച് എറിഞ്ഞിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞത് ഒറ്റയിടിക്ക് 4 കഷ്ണമാക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ഭാര്യ കരഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഓ സാരമില്ല, ഞാൻ ആ പുറകിലത്തെ വാതിലൂടെ അങ്ങ് കയറി വന്നാൽ മതിയായിരുന്നു. ഞാനങ്ങനെ വന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നമായിപ്പോയത്. അപ്പോഴാ ഭാര്യ പറയുകയാണ്, ഇല്ല, എനിക്കൊന്നും കൂടെ തുടച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ ആ ബക്കറ്റ് വെച്ച് എറിയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു പോവുകയാണ്. ഞാനൊരു 3 വസ്തു ഇവിടെ വയ്ക്കുകയാണെന്ന് കരുതുക. ഒന്നൊരു ആപ്പിളാണ്, രണ്ടാമത്തേത് ഒരു മരക്കഷ്ണമാണ്, മൂന്നാമത്തേത് ഒരു ഇരുമ്പ് കഷ്ണമാണ്. ഒരു കത്തിയെടുത്ത് ആപ്പിളിനിട്ട് വെട്ടാൽ രണ്ടും മുറിഞ്ഞു പോകും. മരത്തിനിട്ട് വെട്ടിയാൽ വെട്ടുകൊള്ളാം. ഇരുമ്പിനിട്ട് വെട്ടിയാൽ ഞാൻ വെട്ടുന്ന കത്തിയുടെ വായ്ത്തല മടങ്ങിപ്പോവും. പ്രിയപ്പെട്ടവരെ, എവിടെ കൊള്ളുന്നു എന്നതനുസരിച്ചാണ്. ഇതാ ബക്കറ്റ് കയ്യിലിരുന്ന ഭാര്യ, ഭർത്താവ് ആ തറയിൽ നിന്ന് ചാടി പാട് പതിഞ്ഞപ്പോൾ ബക്കറ്റ് വെച്ച് അപ്പോൾ തന്നെ എറിയുകയാണ്, അപ്പോൾ തന്നെ പ്രതികരിക്കുകയാണ്. ഈ ഭാര്യ പറഞ്ഞു, ചെറുപ്പം മുതൽ എനിക്കിഷ്ടമില്ലാത്ത ഏതെങ്കിലും പ്രവൃത്തി ഞാൻ കണ്ടാൽ അപ്പോഴേ ഞാൻ പ്രതികരിക്കും എന്ന്. അതുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഗതി പിടിക്കുകയല്ല, നീ നശിച്ചു പോവുകയുള്ളൂ. അങ്ങനെയുള്ള പാഴുവചനങ്ങളേറെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതിയിട്ടുമില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. സാരമില്ല എന്ന് ഭർത്താവ് പറഞ്ഞു. 2 പേരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. 2 പേരും കൂടെ ഒരു കൊന്തയൊക്കെ ചൊല്ലി 2 പേരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ആ ദിവസം അങ്ങനെ കടന്നുപോയി. ചില സിനിമയിലൊക്കെ കാണുന്നത് പോലെ 4 മാസങ്ങൾക്ക് ശേഷം, ചിലപ്പോൾ ഇങ്ങനെ എഴുതി വരുമല്ലോ, 4 മാസങ്ങൾക്ക് ശേഷം, ഏതാണ്ട് അതുപോലെ 4 മാസങ്ങൾക്ക് ശേഷം എന്താ സംഭവിച്ചെന്നറിയാമോ? സെയിം സംഭവം. ഭർത്താവ് പുറത്തു പോയിട്ട് വരുന്നു, ഭാര്യ തറ തുടച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ പറഞ്ഞു, പുറകിലത്തെ വാതിലൂടെ കയറി വരിക. അന്ന് ഭർത്താവിന് പുറകിലത്തെ വാതിലൂടെ കയറി വരാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭർത്താവ് അന്നും ഫ്രണ്ടിലെ വാതിലൂടെ തന്നെയാണ് കയറിയത്. ആ പാദം അതുപോലെ തന്നെ ആ നിലത്ത് പതിഞ്ഞു. ഭാര്യയുടെ കയ്യിൽ അന്നും ബക്കറ്റും വെള്ളമുണ്ട്. ഇന്ന് ഭർത്താവ് അവിടെ കിടന്ന് ചാടിയിട്ടും ആ പാദം നിലത്ത് പതിഞ്ഞിട്ടും ഭാര്യയുടെ കയ്യിൽ ബക്കറ്റും വെള്ളം ഉണ്ടായിട്ടും ആ ബക്കറ്റും വെള്ളവും വെച്ച് ആ ഭാര്യ അറിയുന്നില്ല. ഈ ഭർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് ഈ ഭാര്യ പൊട്ടിച്ചിരിക്കുകയാണ്. 4 മാസം മുമ്പ് ഇതേ പ്രവൃത്തി തന്നെയല്ലേ ഭർത്താവ് ചെയ്തത്? അന്ന് ഈ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ദേഷ്യമല്ലേ ഉണ്ടായത്? ആ പ്രവൃത്തി കണ്ടിട്ട് ദേഷ്യമാണ് ഉണ്ടായത്. ഇന്ന് സെയിം പ്രവൃത്തിയല്ലേ, എന്നിട്ട് എന്ത് ചെയ്യുന്നു ദേഷ്യം വരാത്തത്? അപ്പോൾ ഒരു പ്രവൃത്തിയല്ല പ്രിയരെ ദേഷ്യം ഉണ്ടാക്കുന്നത്, നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ്. നമ്മുടെ മനോഭാവം എന്താണ്? നമ്മുടെ മനസ്സെന്താണ്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനസ്സ്, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നമുക്കും ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിൻ്റെ മനസ്സും മനോഭാവം എന്താണ്? തള്ളിപ്പറയുന്നവരും ഒറ്റിക്കൊടുക്കുന്നവരും പ്രശ്നം വരുമ്പോൾ ഇട്ടേച്ചു പോകുന്നവരുമൊക്കെ ഈശോയുടെ കൂടെയുണ്ട്. അവരെല്ലാം അപ്പത്തിൻ്റെ കണക്ക് പറയുന്നവരും അധികാരമോഹികളുമായിരുന്നു. സ്ഥാനം കിട്ടാൻ വേണ്ടി ഇവർ തർക്കിച്ചിട്ടുണ്ട്. എനിക്ക് 1-ാം സ്ഥാനം കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കർത്താവിൻ്റെ മനസ്സിന് മാറ്റം ഉണ്ടായില്ലല്ലോ. അവരുടെ ഈ പെരുമാറ്റവും പ്രവൃത്തിയൊന്നും ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തിയില്ലല്ലോ. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തിയില്ലല്ലോ. യേശുക്രിസ്തുവിന് സ്ഥായിയായൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, മറ്റുള്ളവരുടെ ഏതെങ്കിലും പാപപ്രവൃത്തികളോ മറ്റുള്ളവരുടെ ഏതെങ്കിലും സ്വഭാവമോ നമ്മുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കരുത്. ആരെങ്കിലും തിന്മയിലോ ബന്ധനത്തിലോ ആണ് എങ്കിൽ അവരുടെ വേദനയും അവരുടെ നൊമ്പരവും ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ നല്ല ഒരു ക്രിസ്ത്യാനിയായി മാറുന്നത്.
സൗഖ്യമുള്ള അഭിഷേകമുള്ള മനസ്സിൻ്റെ ഉടമയായി തീരുന്നത്. ഇപ്പോൾ സുഖലോലുപത, മത്യാസക്തി, ജീവിത വ്യഗ്രതയുള്ള കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളരുന്ന മക്കൾ മുറിവേറ്റവരായിരിക്കും. കുറേ നാളുകൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ ഞാൻ പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു സഹോദരൻ വന്നിരിക്കുകയാണ്. അജാനുബാഹുവായൊരു മനുഷ്യൻ. ആൾ എൻ്റെ അടുത്ത് വന്ന് പൊട്ടിക്കരയുകയാണ്. ബ്രദറെ, എൻ്റെ മകള് പറഞ്ഞത് എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ മനസ്സിന് വല്ലാത്ത ഭാരമാണ്, നൊമ്പരമാണ്. ഞാൻ 16 വർഷം ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു. നാട്ടിലേക്ക് പണം കൃത്യമായിട്ട് അയച്ചു. എൻ്റെ മക്കൾ നല്ല രീതിയിൽ വളരണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അങ്ങനെ മകൾക്ക് 16 വയസ്സായപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ ഭാര്യ പറഞ്ഞു, ഇനി നിങ്ങൾ നാട്ടിലേക്ക് വരാൻ. അങ്ങനെ എൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് തന്നെയാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. നാട്ടിലെത്തി എൻ്റെ മകൾ കോളേജിൽ പോകുന്നവൾ സമയത്തല്ല വരുന്നത്. അസമയത്ത് പലതവണ ഞാൻ കണ്ടപ്പോൾ, നീ എന്താ കോളേജിൽ പോയി മറ്റു കുട്ടികൾ വരുന്ന സമയത്ത് നീ വരുന്നില്ലല്ലോ, എന്താ നീ ഇങ്ങനെ പെരുമാറുന്നത്? അവളൊന്നും മിണ്ടിയില്ല. 2-ാം ദിവസവും അപ്പനെ കാര്യം പറഞ്ഞപ്പോൾ, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് അവൾ അപ്പനോട് പറഞ്ഞു. 16 വർഷമായി അവൾ തന്നെ അവളുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 16 വർഷം അപ്പൻ ഗൾഫിലിരുന്നു കൊണ്ട് കുടുംബത്തെ നോക്കുന്നുണ്ട്. അത് ഈ മകൾക്ക് മനസ്സിലാകുന്നില്ല. ആ മകൾക്കത് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ പൗൾ പറയും, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന്. അപ്പോഴേ അപ്പം പറഞ്ഞു, നിന്നെ കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിപ്പിച്ചത്. എന്തോരം പണം ഞാൻ നിനക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? അത്രയും പറഞ്ഞു തീർന്നപ്പോൾ അവൾ പറയുകയാണ്, ഓ, അങ്ങനെ പൈസയുടെ കണക്കൊന്നും അപ്പൻ എന്നോട് പറയണ്ട. അത്രയും പൈസ തരാനുണ്ടെങ്കിൽ എൻ്റെ ശരീരം വിറ്റിട്ടാണെങ്കിലും ഞാൻ ആ പണം തന്നോളാം. അത് അപ്പന് സഹിക്കാൻ പറ്റുന്നില്ല മകൾ പറഞ്ഞ ആ വാക്ക്. മനസ്സാകെപ്പാടെ നൊമ്പരപ്പെടുന്നു. ഈ അപ്പം പറയുകയാണ്, ഗൾഫിൽ ഒരു മുറിയിൽ ഓരോ വയസ്സ് പ്രായമാകുമ്പോഴും ബർത്ത്ഡേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോട്ടോ 1 വയസ്സിൻ്റെ, 2 വയസ്സിൻ്റെ, 3 വയസ്സിൻ്റെ, 4 വയസ്സിൻ്റെ ആ ഫോട്ടോ കൊണ്ട് എന്നും കരയുന്ന അപ്പൻ. ആ അപ്പൻ്റെ സ്നേഹം മകൾ മനസ്സിലാക്കുന്നില്ല. ആ കുടുംബം മനസ്സിലാക്കണ്ടേ? ആ അപ്പൻ വല്ലാണ്ട് നൊമ്പരപ്പെട്ട് ഭാരപ്പെട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ മക്കളെ വളർത്താൻ ഞാൻ തത്രപ്പെട്ട് ഓടി നടന്നതുകൊണ്ട് എൻ്റെ ജീവിത വ്യഗ്രതയാണ് എൻ്റെ മകൾ എന്നോട് ഇങ്ങനെ പെരുമാറാനായിട്ട് കാരണമായി തീർന്നത്. എനിക്കിപ്പോഴൊരു കാര്യം മനസ്സിലായി. കുറേ കാലം വിദേശത്ത് എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് 19 വയസ്സാകുമ്പോൾ പണവുമായി നാട്ടിലേക്ക് വന്നാൽ മക്കളെ കിട്ടണമെന്ന് നിർബന്ധമില്ല എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കുഞ്ഞായിരിക്കുന്ന നാളിൽ എൻ്റെ സ്നേഹം അവർക്ക് കിട്ടേണ്ട കാലത്ത് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഞങ്ങൾ സാധാരണ ആന്തരിക സൗഖ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ടവരിൽ നിന്ന് കിട്ടേണ്ട കാലത്ത് കിട്ടേണ്ട ഇളവിൽ കിട്ടാത്തപ്പോൾ കിട്ടുന്നതാണ് ആന്തരിക മുറിവ് എന്ന് പറയാറുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം മാതാപിതാക്കന്മാരിലൂടെയും പ്രിയപ്പെട്ടവരിലൂടെയും ബന്ധുക്കളിലൂടെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒഴുകി വരേണ്ടതാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി വന്നിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ശൂന്യതയായി കിടക്കും. ഈ ശൂന്യത നികത്താൻ മനസ്സ് പല ടെക്നിക്കുകളും സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മനസ്സ് സൗഖ്യമുള്ളതായിരിക്കണം. മനസ്സ് മരവിച്ചു പോയാലോ അത് വലിയ പ്രശ്നമാണ്. എഫെസോസ് ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. എഫെസോസ് ലേഖനം 4-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കും, 18 മുതലുള്ള വാക്യങ്ങൾ. ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. മനസ്സ് മരവിച്ചു പോയാൽ ഭോഗാസക്തിക്ക് ഒരു വ്യക്തി അടിമയായി മാറുമെന്ന് പത്രത്തിലും മറ്റുമൊക്കെ വായിക്കുന്നത്. 63 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ദുരുപയോഗിച്ചു എന്നൊക്കെ പത്രത്തിൽ വായിക്കുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോവുകയാണ്. എന്താണ് കാര്യം? മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് അടിമപ്പെട്ടു പോയിരിക്കുന്ന മനുഷ്യർ. ഹൃദയത്തിന് മുറിവേറ്റ് കഴിഞ്ഞാൽ മൃഗങ്ങളെക്കാൾ കഷ്ടമായ വിധത്തിൽ മനുഷ്യൻ പെരുമാറും പ്രിയരെ. അതുകൊണ്ട് നമുക്കൊരു സൗഖ്യം ആവശ്യമാണ്. ദൈവം നമ്മളെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇതേ അവസ്ഥയുള്ള എത്രയെത്ര വ്യക്തികളാണ് സൗഖ്യപ്പെട്ടിട്ടുള്ളത്. ധ്യാനത്തിലേക്ക് കടന്നു വന്ന് തമ്പുരാൻ്റെ വചനത്തിന് മുമ്പിലിരുന്ന് എത്രയോ പേര് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ബൈബിളിൽ നാം ഇങ്ങനെ വായിക്കും,
സങ്കീർത്തനം 73:21. എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുറേ നാളുകൾക്ക് മുമ്പ് ധ്യാനത്തിൻ്റെ അവസരത്തിൽ അനേകം വ്യക്തികളെ വെട്ടിയിട്ടുള്ള വാടക ഗുണ്ടയായ ഒരു മനുഷ്യനെ പോലീസുകാരുടെ നേതൃത്വത്തിൽ ധ്യാനമന്ദിരത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഭക്ഷണത്തിന് സമയമാകുമ്പോൾ അവൻ പെൺകുട്ടികൾ പോകുന്ന സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. അവൻ പറയുകയാണ്, എന്നെ ആര് നിയന്ത്രിച്ചാലും കാര്യമില്ല, എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നിൻ്റെ മനസ്സ് മുറിപ്പെട്ടു പോയിരിക്കുന്ന മനസ്സാണ്. നീ പ്രാർത്ഥിക്കണം, കർത്താവേ അവിടുത്തെ കൃപ എന്നിലേക്ക് ഒഴുക്കണമേ എന്ന്. വളരെ സ്നേഹത്തോടെ ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ധ്യാന ഹാളിൽ കൊണ്ടുവന്നിരുത്തി. അവന് വന്നിരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങേയറ്റ സ്നേഹത്തോടെ ഞാൻ അവനോട് സംസാരിച്ച് അവനെ കൊണ്ടുവന്ന് ഇരുത്തി. അങ്ങനെ അവൻ വന്നിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വചനം കർത്താവ് അവന് കൊടുത്തു. അത് ഏശയ്യ 66:12. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും അമ്മയെപ്പോലെ നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. അമ്മ തരാത്ത സ്നേഹം കർത്താവ് നിനക്ക് തരും. അവനത് കേട്ട് പൊട്ടിക്കരയുകയാണ്. അവൻ പറയുകയാണ്, എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ചുള്ളൊരു ഓർമ്മ പോലും ഇല്ല എന്ന്. എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അമ്മയുടെ വീട്ടിലാണ് നിന്ന് വളർന്നിട്ടുള്ളത്. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ അമ്മ ഒരാളുടെ കൂടെ പോയെന്ന്, അപ്പൻ വേറൊരാളുടെ കൂടെ പോയെന്ന്. ഞാൻ എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ താമസിച്ച് വളർന്ന വ്യക്തിയാണ്. ഇന്ന് ആ സഹോദരൻ അനേകരെ വെട്ടാനും കൊല്ലാനും നടക്കുമ്പോൾ, അവൻ ചില പേരുകളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൻ അതിലങ്ങനെ അഭിമാനിക്കുകയാണ്. അവൻ പറയുന്നത്, അവൻ്റെ പേരൊക്കെ പലപ്പോഴും പത്രത്തിൽ വന്നിട്ടുണ്ട്. ഈ പത്രത്തിലൊക്കെ പേര് വരുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ എല്ലാവരും അറിയട്ടെ എന്ന്. മാതാപിതാക്കന്മാരുടെ സ്നേഹം സ്വീകരിച്ച് വളരേണ്ട ആ കുഞ്ഞ്, മാതാപിതാക്കന്മാരുടെ അംഗീകാരവും പ്രോത്സാഹനവും സ്വീകരിച്ച് വളരേണ്ട ആ കുഞ്ഞ് അങ്ങനെ വളരാതെ വന്നതുകൊണ്ട് ഇന്ന് മനസ്സ് തകർന്നു പോയിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് സ്നേഹവും അംഗീകാരവും പ്രോത്സാഹനവും സംരക്ഷണവുമൊക്കെ. അതൊക്കെ കുഞ്ഞുനാളിൽ ലഭിക്കേണ്ടതായിരുന്നു. ഇന്ന് ലഭിക്കാത്ത ആ കുഞ്ഞ് സമൂഹത്തിൽ അനേകം തിന്മയ്ക്ക് അടിമപ്പെട്ട ജീവിതം നയിക്കുകയാണ്. ഇതുപോലെ എത്ര വ്യക്തികൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ധ്യാനം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ പ്രായത്തിലുള്ള അതേ അവസ്ഥയിലുള്ള അനേകരെ എറണാകുളം പ്രദേശത്തു നിന്ന് അവൻ ധ്യാനത്തിന് കൂട്ടിക്കൊണ്ടു വന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. ആന്തരിക സൗഖ്യം കിട്ടിയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കും, വിശുദ്ധിയിൽ വളരാൻ നമുക്ക് സാധിക്കും, അഭിഷേകത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതെങ്കിലും വ്യക്തികൾ തിന്മയ്ക്ക് അടിമപ്പെട്ട ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഓർക്കണം, അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. ആ മനസ്സൊന്ന് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മനസ്സ് കർത്താവ് ഏറ്റെടുക്കും. എന്നിട്ട് ദൈവത്തിൻ്റെ മനസ്സായി അത് മാറും. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലന്മാരെ ഈശോ കൂട്ടത്തിൽ കൊണ്ടു നടന്ന് 3 വർഷം കൊണ്ടു നടന്ന് വചനം പഠിപ്പിച്ച് അവസാനം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നോടം വരെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് എന്ന ദൈവിക സന്ദേശം പകർന്നു കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ ഇടയാക്കിയില്ലേ? ആ അഭിഷേകമല്ലേ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്? എല്ലാ കാര്യത്തിലും പൊട്ടിത്തെറിക്കുന്ന എടുത്തു ചാടുന്ന സ്വഭാവം ഉണ്ടായിരുന്ന പത്രോസ് അപ്പസ്തോലൻ തന്നെ സഭയുടെ തലവനായി മാറിയില്ലേ? അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും. ഏത് അവസ്ഥയാണോ നമുക്കുള്ളത് ആ അവസ്ഥയിലേക്ക് കർത്താവ് കടന്നു വരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, സുഖലോലുപത, മത്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ ഞങ്ങളുടെ മനസ്സ് തകർന്നു പോകരുത്. അവിടുന്ന് കടന്നു വരട്ടെ. ഞങ്ങളുടെ മനസ്സിനെ അവിടുന്ന് സുഖപ്പെടുത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് അടിമപ്പെടാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിക്കുന്ന സകല മക്കളെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.